ചെറി വൈനാണ്. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്കും ട്രൈ ചെയ്യുന്നവർക്കുമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈനാണ്. ആൻഡ് ഹോണസ്റ്റ്ലി ഗൈസ്, ഇതിൻ്റെ സ്മെല്ലും കളറുമൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എനിക്ക് ഇതിനകത്ത് എല്ലാ വിഷ്വൽസും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞാൻ 1 by 1 ആയിട്ട് എല്ലാം പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഈ കളക്ട് ചെയ്ത് വെച്ച ചെറീസ് എല്ലാം കൂടെ നമ്മൾ അതിൻ്റെ കറ കളയാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചുണ്ണാമ്പാണ്. ചുണ്ണാമ്പിനകത്തൊരു 15 മിനിറ്റ് ഇട്ട് വെക്കുക. അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. ആ ഒരു 15 മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ സാധാ ടാപ്പ് വാട്ടറിൽ 2-3 തവണ നല്ല ക്ലീനായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് അതിനെ നല്ല ഡ്രൈ ആക്കണം. ഒരു തുള്ളി വെള്ളം പോലും ആ ചെറീസിൽ കാണാൻ പാടില്ല. അതേപോലെ നമ്മൾ ഡ്രൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു ജാറിനകത്തൊരു ഭരണിയോ ഗ്ലാസ് ജാറോ എന്ത് വെള്ളം നമുക്ക് ചൂസ് ചെയ്യാം. അതിൻ്റെ അകത്തേക്ക് ഈ ചെറീസിനെ ഇടുക. അതിൻ്റെ അകത്തേക്ക് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഷുഗർ, നമ്മൾ എത്ര ചെറീസാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ അളവിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യുക. അതിൻ്റെ പാതി വെള്ളം ആഡ് ചെയ്യുക. അതിൽ തിളപ്പിച്ചരച്ച വെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രാമ്പും പട്ടയും 1 പീസ് മാത്രം ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ഈസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിഴി കെട്ടിയിട്ടാലും മതി. എൻ്റെ കയ്യിൽ ഗോതമ്പില്ലായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈസ്റ്റ് ആഡ് ചെയ്യാൻ പറയാൻ മറന്നതാണ്. നമ്മൾ ചെറീസ് ആഡ് ചെയ്യുന്നത് ചെറീസിനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെ നമുക്ക് വേണം. നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് എത്ര ദിവസമാണോ നിങ്ങൾക്ക് വെക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 7 ദിവസം ആണെങ്കിൽ കറക്റ്റായിട്ട് ഒരേ സമയത്ത് തന്നെ അത് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്നും കാണാൻ പാടില്ല. അതിനുശേഷം നമുക്ക് എത്ര ദിവസമാണോ വെക്കേണ്ടത് അതിനുശേഷം നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിനകത്തോട്ടോ വല്ലതും നമുക്കതിനെ മാറ്റാം. എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്കതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വൈൻ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.